ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ SBM ബാങ്കിന്റെ സെറ്റ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. ഒരു FD ക്രെഡിറ്റ് കാർഡാണ്. നിങ്ങൾക്കറിയാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഇപ്പോൾ FD ക്രെഡിറ്റ് കാർഡിന് എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയാത്തവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ക്യുക്കായിട്ട് പറഞ്ഞു വരാം. നിങ്ങൾക്ക് ഇപ്പോൾ സിബിൽ സ്കോർ ഇല്ല, പിന്നെ നോർമലി നിങ്ങൾക്ക് സിബിൽ സ്കോറും ഇല്ല, അതുപോലെ തന്നെ ഇൻകം ഇല്ല. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് ഭയങ്കര റയർ ആയിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ 2024 ശേഷം ഭയങ്കര റയർ ആയിരിക്കും. എന്താ വെച്ചാൽ ഇപ്പോൾ RBI അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇൻകം ഉള്ളവർക്കാണ് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് കിട്ടുക നോർമലി. അല്ല, ഇപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സിബിൽ സ്കോറും വേണം, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാണ്ട് സിബിൽ സ്കോറും വേണം. എന്ന് വെച്ചാൽ നോർമലി 750 മുകളിൽ സിബിൽ സ്കോർ ഉള്ളവർക്കാണ് അത്യാവശ്യം ആവറേജ് ക്രെഡിറ്റ് സിബിൽ സ്കോർ എന്നൊക്കെ പറയാം. 750 എന്ന് പറയുന്നത്. ഇപ്പോൾ 780 അതിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. 820 മുകളിലാണെങ്കിൽ എക്സലന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അവരുടെ ഒരു എന്താ പറയുക സ്കോറിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് സിബിലിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക സ്കോറിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് വേണമെങ്കിൽ പറയുന്ന സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ഇല്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ FD ക്രെഡിറ്റ് കാർഡ്. അതായത് മെയിൻലി FD ക്രെഡിറ്റ് കാർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സിബിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിബിൽ സ്കോർ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ജനറേറ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ സിവിൽ സ്കോർ കുറവാണ്. ഇപ്പോൾ മുമ്പ് എന്തെങ്കിലും ലോണൊക്കെ എടുത്തിട്ട് അടയ്ക്കാണ്ട് ഭയങ്കരമായിട്ട് ലോ ആയി, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇതുപോലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സിവിൽ സ്കോറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ലോണോ എഡ്യൂക്കേഷൻ ലോണോ ഒക്കെ എന്താ പറയുക ഹോം ലോണോ അങ്ങനത്തെ സംഭവം ഒന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് സിവിൽ സ്കോർ അതൊക്കെ കൂട്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെയുള്ള ഒരു ഓപ്ഷനാണ് FD ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഹൈലി റെക്കമെൻഡ് ചെയ്ത ഒരു ഓപ്ഷനാണ് FD ക്രെഡിറ്റ് കാർഡ്. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്രെഡിറ്റ് സ്കോർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഹൈലി റെക്കമെൻഡ് ഒരു സാധനമാണ്. എന്താ വെച്ചാൽ ഇതിനൊരു 2 മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് FD ഇടുന്ന എമൗണ്ടുമ്പോൾ ഇൻട്രസ്റ്റും കിട്ടും, അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആ ഇടുന്ന എമൗണ്ടിന്റെ ഒരു ലിമിറ്റ് നമുക്ക് ആ കാർഡിലും കിട്ടും. അപ്പോൾ നമുക്ക് അത് മന്ത്ലി ഉപയോഗിച്ചിങ്ങനെ തിരിച്ചടച്ച് മന്ത്ലി ഉപയോഗിക്കുക. ഒരു മാസം കഴിയുമ്പോൾ ബില്ല് ജനറേറ്റ് ആവും. തിരിച്ചടച്ച് കഴിഞ്ഞാൽ നമുക്ക് സിബിൽ സ്കോറിലേക്ക് അത് റിപ്പോർട്ട് ആവും. നമുക്ക് സിബിൽ സ്കോർ ജനറേറ്റ് ആവും. സിബിൽ സ്കോർ കറക്റ്റായിട്ട് അത് അടച്ചു പോയി കഴിഞ്ഞാൽ സിബിൽ സ്കോർ നമ്മൾ ഇമ്പ്രൂവ് ആയിട്ട് വരും. അപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനും അതുപോലെ തന്നെ നോർമൽ ക്രെഡിറ്റ് കാർഡ് കിട്ടാനൊക്കെ ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. അതാണ് നമ്മുടെ FD ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പൊതുവായുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ടൈമിൽ, അതായത് 2025 നോക്കിയാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക ലാപ്ടോപ്പ് FD ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന സംഭവമാണ് നമ്മുടെ SBM ബാങ്കിന്റെ സെറ്റ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. സെറ്റ് ആപ്പ് അതുപോലെ തന്നെ SBM ബാങ്ക് കൂടി ടൈപ്പ് ചെയ്ത് ഇറക്കിക്കുന്നതാണ്. ഇതിന് മുമ്പ് പേര് മാഗ്നറ്റ് ക്രെഡിറ്റ് കാർഡ് എന്നായിരുന്നു. ഇതിപ്പോൾ അവർ റൂപേ പേരിൽ ഇറക്കിയപ്പോൾ അവർ പേരൊക്കെ മാറ്റി ആപ്പ് എന്ന് പറയുന്നത് സെറ്റ് ആപ്പ് ആക്കി. മുമ്പ് മാഗ്നറ്റിൽ നിന്ന് സെപ്പറേറ്റ് ഒരു ആപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ അവർ നിർത്തിയിട്ട് SBM ബാങ്കിന്റെ ഡയറക്റ്റ് ആപ്പ് വരുന്നത്. ഇപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കറിയാം, നോർമലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററിയും ക്രെഡിറ്റ് സ്കോറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിന്റെ കൂടെ ജോയിനിങ് ബെനിഫിറ്റ് ആയിട്ട് 21,000 രൂപയുടെ ജോയിനിങ് ബെനിഫിറ്റ് കിട്ടുന്നതാണ് ആക്ച്വലി പറയുന്നത്. ഇൻകം പ്രൂഫോ സംഭവമൊന്നും ആവശ്യമില്ല. നമ്മൾ ഇടുന്ന FD നമുക്ക് 7% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മിനിമം FD 5,000 രൂപയാണ്. 5,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ 90% ലിമിറ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. നമുക്ക് ഇത് 20% അവർക്ക് കുറേ ടൈപ്പ് ഉണ്ട് പാർട്ട്നേഴ്സായിട്ട്. അതിൽ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. എക്സാമ്പിളായിട്ട് നമ്മുടെ സ്വിഗ്ഗിക്ക് ഉണ്ട് കേട്ടോ. സ്വിഗ്ഗിയിലൊക്കെ നമുക്ക് പർച്ചേസിംഗ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. പിന്നെ 45 ദിവസത്തെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞൊരു ബില്ല് അടച്ചാൽ മതി. അതാണ് നോർമൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു നോർമലി 45 days to 50 days ഒക്കെയാണ് മിക്ക ക്രെഡിറ്റ് കാർഡുകളുടെയും ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്ന് പറയാം. പിന്നെ അവർക്ക് ഇത് UPI, അതായത് റൂപേ കാർഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് UPI ഉപയോഗിക്കാൻ പറ്റും. Paytm-ലും Google Pay-ലും Naviലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഓഫേഴ്സായിട്ട് അവർ പറയുന്നത് നമുക്ക് OTT സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട്, ഫുഡ് ആൻഡ് ഡൈനിങ് ഓഫേഴ്സ് കിട്ടുന്നുണ്ട്, Amazon ഓഫർ കിട്ടുന്നുണ്ട്, ഫ്ലിപ്കാർട്ട് ഓഫർ, സ്വിഗ്ഗി ഞാൻ ഓൾറെഡി പറഞ്ഞു, സൊമാറ്റോ, ബുക്ക് മൈ ഷോയിൽ ഓഫർ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ആ കാർഡിൻ്റെ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ SBM ബാങ്ക് സെറ്റ് ക്രെഡിറ്റ് കാർഡ് കാണാൻ പറ്റൂട്ടാ. അപ്പോൾ അങ്ങനെ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കാം ഓഫറിന് വേണ്ടിയിട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവർക്ക് പാർട്ട്നേഴ്സായിട്ട് ഡോമിനോസ്, ബിഗ് ബാസ്ക്കറ്റ്, ജിയോ, മാക്ഡൊണാൾഡ്സ്, ജിയോ മാർട്ട്, കുറേ ഉണ്ട്, ഹെൽത്ത് കാർട്ട്, അങ്ങനെ കുറേ സംഭവം ഇവർ പാർട്ട്ണറായിട്ട്, ആമസോൺ, അങ്ങനെ കുറേ വെബ്സൈറ്റായിട്ട് ഇവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. വെബ്സൈറ്റില്ല, ബ്രാൻഡായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, PVR. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് ആക്ച്വലി 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും നമ്മുടെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ആധാറും പാൻ കാർഡും ഡീറ്റെയിൽസൊക്കെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു എമൗണ്ട് എത്ര നിങ്ങൾ FD ഇടുന്നത്, 5,000 ആണെങ്കിൽ 5,000, 10,000 ആണെങ്കിൽ 10,000 ഇടാൻ പറഞ്ഞിട്ട് ഇടും. ഒരു UPI തുടർന്ന് നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് വീഡിയോ KYC ഓപ്ഷൻ വരും. വീഡിയോ KYCയിൽ നിങ്ങൾക്ക് ആയിരിക്കും ജസ്റ്റ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ കൊടുത്ത പിൻകോഡ് ലൊക്കേഷനൊക്കെ സെയിം ആയിരിക്കും കേട്ടോ. അതാണ് അവർ മെയിനായിട്ട് നോക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ആ വീഡിയോ KYC പ്രോസസ്സ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വെർച്വൽ കാർഡ് ആക്റ്റീവ് ആവും. ചിലവർക്ക് പ്രോസസ്സിങ് ടൈം കൂടുതലും, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ലീവുള്ള ദിവസമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് 2-3 ദിവസം ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. SBM ബാങ്ക് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഒരു ഇന്റർനാഷണൽ ബ്രാൻഡാണ്. അതിൻ്റെ ഒരു ഇന്ത്യൻ വേരിയൻ്റാണ് SBM ബാങ്ക് ഇന്ത്യ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൊറീഷ്യസ് എന്നാണ് അതിൻ്റെ പേര്.
മുംബൈയിലും ചെന്നൈയിലും ബാംഗ്ലൂർ, ഹൈദരാബാദിലും ന്യൂഡൽഹിയിലാണ് ഇപ്പോൾ തൽക്കാലത്തിനും ബ്രാഞ്ച് ഉള്ളത്. 16 ബ്രാഞ്ചസ് ആണുള്ളത്. 50 lakh പ്ലസ് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. RBIയുടെ അണ്ടറിൽ വരുന്നൊരു ബാങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലൊക്കെ ഒരു FD ക്രെഡിറ്റ് കാർഡ് സിവിൽ സ്കോർ മുമ്പ് കഴിഞ്ഞാൽ നോക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം തൽക്കാലത്തേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.